പാതിവില തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി അനന്തുകൃഷ്ണന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കുന്ന അനന്തുവിനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, പാതിവില തട്ടിപ്പ് കേസിൽ അനന്തുകൃഷ്ണന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കും. എത്ര ദിവസത്തേക്കായിരിക്കും പോലീസ് ഈ ഒരു ക്രൈംബ്രാഞ്ച് ഒരു കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യതയുള്ളത്? മാത്രമല്ല, ഇതുവരെ നിരവധി തവണ അനന്തുവിനെ ചോദ്യം ചെയ്യുകയും പനമ്പള്ളിയിലെയും കളമശ്ശേരിയിലെയും എല്ലാം ഓഫീസുകളിൽ റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് കോടതി അനുമതി നൽകാൻ സാധ്യതയുണ്ടോ? അതുല്യ, പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ അനന്തുകൃഷ്ണന്റെ ഇന്ന് മൂവാറ്റുപുഴ കോടതി ഹാജരാക്കും. കോട്ടയത്തെയും അതേപോലെ ഇടുക്കിയിലെയും ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ ഇന്ന് കസ്റ്റഡി ആവശ്യപ്പെട്ട് അനന്തുവിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകുന്നുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ഇടുക്കിയിലെയും അതേപോലെ കോട്ടയത്തെയും ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ നൽകുന്നത്. അതായത് ഇടുക്കിയിൽ 22 കേസുകളാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തുവിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എറണാകുളം ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കോടതി ഹാജരാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇടുക്കിയിലെയും അതേപോലെ കോട്ടയത്തെയും ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ അനന്തുവിന്റെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് അപേക്ഷ നൽകുന്നത്. എന്തായാലും കോടതി അനന്തുവിനെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറാനുള്ള സാധ്യതയാണുള്ളത്. ഇത്രയധികം കോടികൾ തട്ടിയ കേസായതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് വിട്ടു നൽകാനുള്ള സാധ്യതയാണുള്ളത്. ശരി സാനു, പാതിവില തട്ടിപ്പ് കേസിൽ പ്രതിയായ അനന്തുകൃഷ്ണന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ചോദ്യം ചെയ്യലിന് വേണ്ടി ക്രൈംബ്രാഞ്ച് സംഘം ആവശ്യപ്പെടും. മൂവാറ്റുപുഴ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.